കാണുന്നവർ ആ 1993 ആ ഒരു പാട്ടുണ്ടല്ലോ അതെടുത്ത് തലയിൽ വെക്കാണ്ട് വരിക. കാരണം അതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബ്രോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. സ്ഥലത്ത് പോകുന്നു, മരിക്കുന്നു, സാധനം തിരിച്ചു കൊണ്ടുവരുന്നു, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ ഏലിയൻ ഡിസൈനിന് ഊരെ പിടിച്ച് ജുറാസിക് പാർക്ക് ചെയ്യാൻ പറ്റുക എങ്ങനെ ഇരിക്കും ആ ഒരു സാധനം. കൊള്ളൂല്ല. കൊള്ളാം. നല്ല പടം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ പാർട്ടിനെക്കാട്ടിയും കൊള്ളാമോ എന്ന് വെച്ചാൽ ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റോറി ആയിട്ട് ഉള്ള ഒരു മ്യൂട്ടേഷനും അങ്ങനെ ഇതൊക്കെ ആയിട്ട് പടം കുഴപ്പമില്ല, വിഷ്വൽ എഫക്റ്റ് കൊള്ളാം. ഫസ്റ്റ് ടൈം ഒരു ടൈം വാച്ച് തന്നെ ഉള്ളൂ, അല്ലാതെ ഈ പാറ്റേണൊക്കെ ഒന്ന് തന്നെയാണ്. സ്ഥലത്ത് പോകുന്നു, മരിക്കുന്നു, സാധനം തിരിച്ചു കൊണ്ടുവരുന്നു, അത്ര തന്നെ, വേറെ ഒന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. നല്ല സിനിമയാണ് ജുറാസിക് വേൾഡ് അല്ലേ, കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നല്ല മൂവി കൊള്ളായിരുന്നു കേട്ടോ, ഓക്കെ ആയിരുന്നു. ഡിസപ്പോയിൻ്റ് ആണ് ബ്രോ. കാരണം ഫസ്റ്റിൻ്റെ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജുറാസിക് വേൾഡ് കണ്ടുണ്ടെങ്കിലിരിക്കാം, ഇതിൽ ജസ്റ്റ് ഒന്നും പറയത്തൊക്കെ ഒന്നുമില്ല. സെയിം പ്ലോട്ട്, സെയിം പ്രെഡിക്റ്റ് ചെയ്യാന്നേ ഉള്ളൂ നമുക്ക്. പിന്നെ ഏലിയൻ ഡിസൈനിന് ഊരെ പിടിച്ച് ജുറാസിക് പാർക്ക് ചെയ്യാൻ പറ്റുക എങ്ങനെ ഇരിക്കും ആ ഒരു സാധനം. ബ്രോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ കഥ വെച്ച് നോക്കുമ്പോൾ നമ്മളെ പഴയ അനാക്കോണ്ട അല്ലെങ്കിൽ നമ്മളെ പഴയ ജുറാസിക് പാർക്ക് കാണത്തില്ല, ആ സെയിം കഥ തന്നെയാണ്. അതിൻ്റെ ഒരു പുതിയൊരു വെർഷനായിട്ടേ വരത്തുള്ളൂ. പിന്നെ ഞാൻ അതാ പറഞ്ഞു, നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി പറയുമ്പോൾ ഈ ഡൈനോസർ മ്യൂട്ട് ചെയ്ത് വരുന്നൊരു മുഖം എന്ന് പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു. അത് മാത്രം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. പിന്നെ നമ്മൾ ജുറാസിക് ഫാൻ എന്ന രീതിയിൽ നമ്മൾ വരുമ്പോഴേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ അതിനകത്തുണ്ട്. ബെറ്റർ ദാൻ ഡോമിനേഷൻ. കഴിഞ്ഞ വന്ന ഡോമിനേഷനെക്കാട്ടി കിടുവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ മൂവി. ഈ പറയത്തില്ലേ, ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കാണാനായിട്ട് ഭയങ്കര രസമുള്ള സിനിമയാണ്. 3D ഈ തിയേറ്ററിൽ 80s കിടുവാണ്, ബാക്കിയുള്ള തിയേറ്ററിൻ്റെ കാര്യം അറിയത്തില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. ഓക്കെ മൂവി, അതായത് എന്താണ്, ഭയങ്കര കാര്യമായിട്ടുള്ള പുതുമകളില്ല. പ്ലോട്ടിലാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള പുതുമകളില്ല. പിന്നെ വിഷ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ചില സീൻസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിത് എവിടെയോ കണ്ടിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഓവറോൾ ഒരു ഡീസൻറ്റ്, ഒരു ആവറേജ് ഒരു മൂവി. പിന്നെ ഇതിൻ്റെ മുന്നേ വന്ന ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു പാട്ടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററാണ്, അങ്ങനെ പറയാനേ ഉള്ളൂ. പിന്നെ കാണുന്നവർ ആ 1993 ആ ഒരു പാട്ടുണ്ടല്ലോ അതെടുത്ത് തലയിൽ വെക്കാണ്ട് വരിക. കാരണം അതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ആ പടത്തിൻ്റെ റേഞ്ച് വേറെയാണ്. അപ്പോൾ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. അല്ലാതെ കണ്ടാൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഒരു ആവറേജ്, മോശമല്ലാത്തൊരു പടം, അത്രയേ ഉള്ളൂ. പിന്നെ സ്കാർലെറ്റ് ജോഹാൻസൺ വന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. കാരണം ബ്രൈസ് ഡെല്ലാസ് ഹൊവാർഡ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ക്യാരക്ടർ, അതുകൊണ്ടാവും. ഓവറോൾ കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം.